സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുൻ ആ കുഞ്ഞിന്റെ ഏറ്റവും വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്, ഒരു വീട്. മാസങ്ങൾക്ക് മുൻപാണ് കൊല്ലം തേവലക്കരയിലെ മനൂഭവനത്തിലേക്ക് മലയാളികളുടെ ശ്രദ്ധയെത്തുന്നത്. വിയോഗത്തിൽ വിലപിക്കുന്ന പല മുഖങ്ങൾ ആ വീട്ടിനുള്ളിൽ കണ്ടു. അവൻ ബാക്കി വെച്ച സ്വപ്നങ്ങളെ ഓർത്താണ് ഉറ്റവർ വിലപിച്ചത്. അതിലേറെ വൈകാരികമായത് അവൻ ആ വീടിന്റെ മതിലിൽ വരച്ചിരുന്ന ചിത്രങ്ങളാണ്. ചിത്രങ്ങൾക്കിടയിൽ മിഥുൻ സ്വപ്നം കണ്ട സ്വന്തം വീടുമുണ്ടായിരുന്നു. മാസങ്ങൾക്കിപ്പുറം ഇന്ന് ആ വീട് യാഥാർത്ഥ്യമാവുകയാണ്. തേവലക്കരയിൽ മിഥുനം തലയുയർത്തി നിൽക്കുന്നു. പൂർത്തിയാകാത്ത ചില ആഗ്രഹങ്ങൾ ഇപ്പോഴും അമ്മൂമ്മയുടെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മോനെ പണ്ട് കളിച്ച ഒരു പട്ടാളക്കാരന്റെ യൂണിഫോമും തോക്കും പിടിച്ചോണ്ടിരിക്കുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു വശം തളർന്നു കിടന്നാലും എന്റെ മോന്റെ അത് ഒരു രംഗം കൂടെ ഒന്ന് കാണണമായിരുന്നു ആ ഒരാഗ്രഹം. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് വീടൊരുക്കിയത്. 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജനുവരി 25-ന് ഗൃഹപ്രവേശന ചടങ്ങിന് ശേഷം പുതിയ വീട്ടിലേക്ക് മിഥുനിന്റെ പ്രിയപ്പെട്ടവർ താമസം മാറും.